സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. നിലവിൽ വെറും 4 സീറ്റുകളുള്ള BJP 2026-ൽ 234 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJP സർക്കാർ രൂപീകരിക്കുമെന്ന് പറഞ്ഞത് സാധാരണ നേതാവല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവരുടെ ചാണക്യനായ അമിത്ഷയാണ്. അതുകൊണ്ട് തന്നെ വെറും വാക്ക് അല്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ചാളുകളെങ്കിലും ഈ രാജ്യത്തുണ്ടാകാം. നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ ഭരണം നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചതിൻ്റെ ഒരു ക്രെഡിറ്റ് അവരുടെ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷായ്ക്ക് തന്നെയാണ് കൂടുതലും ഉള്ളത്. അദ്ദേഹം പറഞ്ഞാൽ അതൊരു പരിധി വരെയെങ്കിലും നടപ്പിലാക്കും എന്നുള്ളതാണ് ഒരു സത്യം. എന്നാൽ അമിത്ഷായ്ക്ക് കഴിയാതെ പോയ 2 പ്രഖ്യാപനങ്ങളാണ് ബംഗാൾ പിടിക്കും എന്നുള്ളതും തമിഴ്നാട് പിടിച്ചെടുക്കും എന്നുള്ളതും. ലോകസഭയിൽ ബംഗാളിലാണെങ്കിൽ അല്പം മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിയമസഭയിലും വിജയത്തിൻ്റെ 7 അയലത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ അപ്രസക്തമാണ് BJP. അപ്പോഴാണ് ഇനി 10 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട് പിടിച്ചെടുക്കുമെന്ന് അമിത്ഷാ ഉറപ്പിച്ചു പറയുന്നത്. എന്നാൽ അമിത്ഷായുടെ ഈ പ്രസ്താവനയ്ക്ക് നല്ല മറുപടിയുമായി തമിഴ്നാട് ഭരണകക്ഷിയായ DMKയും മുഖ്യമന്ത്രി സ്റ്റാലിനുമൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. 2026-ൽ അമേരിക്കയിൽ BJPക്ക് ഒരു പക്ഷേ ഭരണം പിടിക്കാൻ കഴിഞ്ഞേക്കും, എങ്കിലും തമിഴ്നാട്ടിൽ അവർ ജയിക്കുമെന്ന് കരുതേണ്ട എന്നാണ് DMKയ്ക്ക് വേണ്ടി അവരുടെ പാർട്ടി വക്താവ് ഡോക്ടർ സയ്യിദ് ഹഫീസുള്ള പറഞ്ഞിരിക്കുന്നത്. 2026-ൽ തമിഴ്നാട്ടിലും ബംഗാളിലും BJP സർക്കാർ രൂപീകരിക്കുമെന്നായിരുന്നു അമിത്ഷായുടെ വെല്ലുവിളി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന DMK സർക്കാരിനെ താഴെയിറക്കാൻ കാത്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ജനതയെന്നും അവരുടെ കൂടെ കൂടി BJP തമിഴ്നാട്ടിൽ ഒരു കളിക്കും എന്നാണ് അമിത്ഷായുടെ ഒരു സൂചന നൽകുന്നതും ഒരു മുന്നറിയിപ്പ് നൽകുന്നതും. 2026-ൽ തമിഴ്നാട്ടിലും ബംഗാളിലും BJP സർക്കാർ രൂപീകരിക്കുമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവിടെ മമതയെയും തമിഴ്നാട്ടിൽ DMK നേതാവ് സ്റ്റാലിനെയുമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത്രയും കളിച്ചിട്ടും ഒരു അഴിമതി പോലും ഇവർക്ക് എതിരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കേന്ദ്ര സർക്കാർ നൽകിയ 450 കോടി രൂപയുടെ പോഷകാഹാര കിറ്റുകൾ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിലൂടെ DMK വലിയ അഴിമതി നടത്തിയെന്നാണ് അമിത്ഷാ, അതായത് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് വിളിച്ചു കൂവുന്നത്. അതൊരു ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവന്ന് സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അതൊന്നും നടത്താതെ വെറുതെ ഒച്ച വച്ച് തിരിച്ചു പോവുകയാണ് അമിത്ഷായുടെ പതിവ്. സ്റ്റാലിൻ സർക്കാരിന്റെ അഴിമതികളുടെ ഒരു നീണ്ട നിര, ഒരു പട്ടിക തന്നെ തൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 46,000 കോടി രൂപയുടെ മണൽ ഖനന അഴിമതി നടത്തിയെന്നും തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷന്റെ ആ അഴിമതിയിലൂടെ സംസ്ഥാന ഖജനാവിന് 39,000 കോടി രൂപ നഷ്ടമുണ്ടായി എന്നും അമിത്ഷാ പറയുന്നു. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കാണിക്കാനാണ് DMK വെല്ലുവിളിക്കുന്നത്. സ്റ്റാലിൻ്റേത് ദരിദ്രർക്ക് ഭക്ഷണം നിഷേധിച്ച സർക്കാരാണെന്നും തമിഴ്നാടാണ് BJPയുടെ അടുത്ത യുദ്ധഭൂമി എന്നും അമിത്ഷാ ഉറപ്പിച്ചു പറയുന്നു. ഓരോ BJP പ്രവർത്തകനും വലിയ ഉത്തരവാദിത്തമാണ് അവിടെയുള്ളതെന്നും അമിത്ഷാ പറഞ്ഞു വെക്കുകയാണ്. ഇതിനെയാണ് DMK അതിശക്തമായ മറുപടിയിലൂടെ ഓടിച്ചു വിട്ടത്. 2026-ൽ ഒരു പക്ഷേ BJPയും അമിത്ഷായും പോയി അമേരിക്കയിൽ ഭരണം പിടിച്ചാലും BJPക്ക് അധികാരം പിടിച്ചെടുക്കാൻ വിദൂര സാധ്യതയുണ്ട് എന്ന് അമേരിക്കയിൽ വിശ്വസിച്ചാലും തമിഴ്നാട്ടിൽ അത് നടക്കില്ല. ആ വെള്ളം വാങ്ങി വച്ചേക്കാനാണ് അമിത്ഷായോട് DMK പറഞ്ഞിരിക്കുന്നത്. 39,000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉയർത്തി ഇങ്ങനെ ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന അമിത്ഷായും BJPയും അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണെന്നും DMK വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാക്കാനാണ് BJPയുടെ നീക്കം തമിഴ്നാട്ടിലുള്ളത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അതിൻ്റെ ഭാഗമായി അണ്ണാമലയെ മാറ്റുകയും നൈനാൻ നാഗേന്ദ്രന് ചുമതല നൽകുകയും ഒക്കെ ചെയ്തത് ഒരു മുന്നേറ്റം നടത്താനാണ്. ഇതിന് പിന്നാലെ 2 വട്ടം അമിത്ഷാ തമിഴ്നാട്ടിലേക്ക് ഓടി വന്ന് സന്ദർശനം നടത്തി ചില കാര്യങ്ങൾ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വന്നിങ്ങനെ പ്രസ്താവന നടത്തുന്നതല്ലാതെ BJPക്ക് നിലം തൊടാൻ കഴിയില്ല എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ സത്യം. എന്തിനേറെ ഏറ്റവും വലിയ BJP വിരുദ്ധ സംസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിൽ പോലും ഒരു ലോകസഭാ സീറ്റ് BJP ജയിച്ചെടുത്തപ്പോൾ തമിഴ്നാട്ടിൽ വട്ടപൂജ്യമാണ് BJPയുടെ അവസ്ഥ. വലിയ ദൈവവിശ്വാസികളായ തമിഴ്നാട്ടുകാരെ ഹിന്ദുത്വത്തിന്റെ പേരിൽ സംഘടിപ്പിക്കാമെന്ന
നീക്കം പാളിയതോടെയാണ് അമിത്ഷായ്ക്ക് തമിഴ്നാട്ടിൽ കാലിടറിയത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട് പിടിക്കുമെന്നിങ്ങനെ ഓർമ്മിപ്പിക്കുന്ന അമിത്ഷായ്ക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് DMK.